ലൈംഗിക അതിക്രമ പരാതിയെ നിസ്സാരവൽക്കരിച്ച മാലാ പാർവതി വിമർശിച്ച നടി രഞ്ജിനി രംഗത്ത്. മാലാ പാർവതി അവസരവാദിയാണെന്നും കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നുവെന്നും രഞ്ജിനി ഫേസ്ബുക്കിൽ കുറിച്ചു. അർച്ചന ചേരുകയാണ്. അർച്ചന, എന്താണ് ഇപ്പോൾ രഞ്ജിനി പറയുന്നത്? മാലാ പാർവതിക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി കാണേണ്ട കാര്യമില്ല എന്നായിരുന്നു മാലാ പാർവതിയുടെ ഒരു പരാമർശം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് രഞ്ജിനി പറയുന്നത്? അതിനാ തീർച്ചയായും മാലാ പാർവതിയുടെ ഈ പരാമർശത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടി രഞ്ജിനി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് അവസരവാദമാണെന്നാണ് രഞ്ജിനി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരു അഭിഭാഷകയും സൈക്കോളജിസ്റ്റുമായ മാലാ പാർവതിയിൽ നിന്നും ഇത്തരമൊരു സമീപനം അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടത്. മാത്രമല്ല, തങ്ങളുള്ള ബഹുമാനം കൂടി ഇതിൽ നിന്ന് പോയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ പോലെയുള്ള ഇത്തരത്തിലുള്ള ആളുകളെ എന്തിന് സംരക്ഷിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടി രഞ്ജിനി ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം നടി മാലാ പാർവതിയുടെ ഈ പരാമർശത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അഭിമുഖത്തിൽ ഇങ്ങനെ, അതായത് ഈ ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി കാണേണ്ടതുണ്ടോ എന്ന തരത്തിൽ അവർ പരാമർശം നടത്തിയത്. ഇത് ഏറ്റവും പ്രധാനമായും നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു. തന്നെ ഇങ്ങനെ ഈ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടി മാലാ പാർവതിയുടെ ഈ പരാമർശം. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? മാത്രമല്ല, ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയെല്ലാം ഇങ്ങനെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മാലാ പാർവതി. എന്തുകൊണ്ട് ഇങ്ങനെ ഷൈൻ ടോം ചാക്കോയെ സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു നിലപാടെടുത്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. മാത്രമല്ല, നേരത്തെയും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശി തരത്തിലുള്ള പരാമർശങ്ങൾ മാലാ പാർവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ഷൈൻ ടോം ചാക്കോ സെറ്റിൽ നന്നായി പെരുമാറുന്നയാളാണെന്നായിരുന്നു ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ മാലാ പാർവതി പറയുകയും ചെയ്തെന്നാൽ ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ താൻ ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശുകയല്ല ചെയ്തതെന്ന് പറഞ്ഞ് അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരാമർശം നടത്തി ഇത്തരത്തിൽ വലിയ വിമർശനം മാലാ പാർവതിക്കെതിരെ ഉയർന്നു വരുന്നത്. ആതിര, ശരി, വ്യക്തമാണ്. അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്.